ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും ജനിച്ച നിത്യശിശുക്കളായ ഋഷിമാരാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവർ. ഇവർ സനകാദികൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ആദ്യത്തെ മാനസപുത്രന്മാരായ ഇവർ രൂപത്തിൽ ശിശുക്കളാണെങ്കിലും ജ്ഞാനത്തിൽ ഉപമിക്കാൻ സാധിക്കാത്തവരാണ്. ജഗത് സൃഷ്ടിയിൽ തന്നെ സഹായിക്കാനാണ് ബ്രഹ്മാവ് ഇവരെ സൃഷ്ടിച്ചതെങ്കിലും സത്വഗുണം കൂടുതലുള്ളതിനാൽ അവർ സന്യാസപാത സ്വീകരിച്ചു. 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അവർ ബ്രഹ്മജ്ഞാനം നേടി ഈശ്വരനാമം പ്രചരിപ്പിച്ചുകൊണ്ട് 14 ലോകങ്ങളിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെയുള്ള യാത്രക്കിടയിൽ വൈകുണ്ഠത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണാനെത്തിയ ഇവരെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും ഈ ഋഷിമാർ ആരെന്നറിയാതെ തടഞ്ഞു. അപമാനിക്കപ്പെട്ട സനകാദികളുടെ ശാപത്താൽ ജയനും വിജയനും പിന്നീട് രാവണനും കുംഭകർണനും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ശിശുപാലനും ദന്തവക്രനും ഒക്കെയായി ജനിക്കേണ്ടി വന്നു. ചില ഗ്രന്ഥങ്ങളിൽ സനകാദികൾ മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളാണെന്നും ധർമ്മം നിലനിർത്താൻ അയച്ചവരാണെന്നും പറയപ്പെടുന്നു.